നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈയിടെയായി ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, ഓൺലൈനിലൂടെയും അല്ലാതെ മെസ്സേജുകളിലൂടെയും ഫോൺ കോളിലൂടെയും എല്ലാം എങ്ങനെയാണ് ഓൺലൈനിലൂടെ കാശ് സമ്പാദിക്കുക, എങ്ങനെ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റും ഓൺലൈനിലൂടെ, എന്തെങ്കിലും ജോലി അങ്ങനെ അറിയാമോ, അങ്ങനെ ഉണ്ടോ എന്നൊക്കെ. ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് വെറുതെ വീട്ടിലിരുന്ന് സമയം പാഴാക്കുന്നവർക്കും അല്ലാതെ ഓൺലൈൻ മണി ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും പാർട്ട് ടൈം ആയിട്ട് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ വേണ്ടിയാണ്. ഒരു 2 മണിക്കൂറോളം നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്താൽ ഒരു 10,000 രൂപയോളം നിങ്ങൾക്ക് സമ്പാദിക്കുവാനായിട്ട് സാധിക്കും. വളരെ ലെജിറ്റിമേറ്റാണ്. ഞാനൊരു 4-5 വർഷമായി ഈ വെബ്സൈറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് കുറച്ച് സമയവും ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള കമ്പ്യൂട്ടറും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു ടൈപ്പിംഗ് സ്പീഡും മാത്രം ഇതിന് ആവശ്യമുള്ളൂ. അപ്പോൾ അതിലേക്കായി പോകുന്നതിന് മുമ്പ് ആദ്യമായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ഉണ്ടാവും, അത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റ് എന്താണെന്നും ഇതിലെങ്ങനെ ജോലി ചെയ്യാം എന്നൊക്കെ കാണാം. ആദ്യമായി നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഈ ക്ലിക്ക് ഹിയർ ടു രജിസ്റ്റർ എന്ന ലിങ്ക്, ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കയറുക. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനാണ് നിങ്ങൾക്ക് കിട്ടുക. ഇങ്ങനെ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് ലഭിക്കും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റൈറ്റ് സൈഡിൽ ഈ കാണുന്ന പച്ച നിറത്തിൽ കാണുന്ന രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സാധാ നമ്മൾ ഒരു പുതിയ വെബ്സൈറ്റിൽ കയറുമ്പോൾ രജിസ്റ്റർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. നമുക്കൊരു വാലിഡ് ഇമെയിൽ ഐ ഡി വേണം. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്ത് ഇതിൽ രജിസ്റ്റർ ചെയ്യുകയാണ്. ഇനി നമ്മുടെ സ്വന്തമായുള്ള ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ ടൈപ്പ് ചെയ്യാം. ആ സെയിം പാസ്വേഡ് തന്നെ താഴത്തെ ഇവിടെയും ഈ സ്പേസിലും കൊടുക്കണം. ഇനി ഐ ആം നോട്ട് എ റോബോട്ട് എന്ന ഈ ബോക്സ് സെലക്ട് ചെയ്യുക. രജിസ്റ്റർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ ഐ ആം എ വർക്കർ എന്ന ഈ ബോക്സ്, ഈ ഓറഞ്ച് ബോക്സ് ആണ് നമുക്ക് ആവശ്യം. അവിടെ നെക്സ്റ്റ് കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ വർക്കിംഗ് സ്പേസ്. നിങ്ങളിപ്പോൾ ഈ 2 ക്യാപ്ച എന്ന ഈ വെബ്സൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട്. ഇവിടെ ഫിനാൻസ് എന്നുള്ളൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ബാലൻസ്, നമ്മൾ ചെയ്യുന്ന വർക്കിൻ്റെ ബാലൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ റെപ്യൂട്ടേഷൻ, മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. ഡെപ്പോസിറ്റ്, നമുക്ക് എമൗണ്ട് നമുക്ക് ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം. റിക്വസ്റ്റ് പേ ഔട്ട്, നമ്മൾ ചെയ്ത എമൗണ്ട് നമുക്ക് പേ ഔട്ട് ചെയ്യുന്നതിലേക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. പേയ്മെൻറ്റ് ഹിസ്റ്ററി, നമ്മൾ നേരത്തെ നടത്തിയിട്ടുള്ള പേയ്മെൻറ്റുകളുടെ എല്ലാം ഹിസ്റ്ററി ഇതിൽ നിന്ന് കാണാൻ പറ്റും. മൈ അക്കൗണ്ട്, എൻ്റെ അക്കൗണ്ട് എന്താണ് എന്നുള്ളത് ഇതിൽ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, മിഡിൽ നെയിം, ഫോൺ നമ്പർ എല്ലാം കൊടുത്ത് ഇവിടെ സേവ് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ലോഗ് ഔട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സപ്പോർട്ടുണ്ട് ഇവിടെ. ഇതാണ് ഈ വെബ്സൈറ്റ്. ഇനി നമുക്ക് വർക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് നോക്കാം. ഇവിടെ സ്റ്റാർട്ട് വർക്ക് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെല്ലുന്നത് ഒരു ട്രെയിനിങ് മോഡിലേക്കാണ്. കാര്യം നമ്മൾ ഈ ക്യാപ്ചർ നമ്മൾ ആദ്യമായിട്ടായിരിക്കും പലരും ചെയ്യുന്നത്. അപ്പോൾ പലർക്കും പല മിസ്റ്റേക്കുകളും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ മിസ്റ്റേക്കുകൾ ഉണ്ടാകുന്നതുകൊണ്ട് ഇവരൊരു ട്രെയിനിങ് മോഡ് ആദ്യം തരും. ആ ട്രെയിനിങ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് 37ഓളം വേർഡ്സ് നമ്മൾ കറക്റ്റായിട്ട് ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ നമ്മൾക്ക് അവർ വർക്ക് തരികയുള്ളൂ. ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ബിഫോർ സ്റ്റാർട്ട് വർക്കിംഗ് വിത്ത് അവർ സർവീസ് യു ഹാവ് ടു കംപ്ലീറ്റ് ദി ട്രെയിനിങ്. It's free, fast and easy, and it will protect your account from being suspended for making mistakes എന്ന് ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ ട്രെയിനിങ് ഇനി സ്റ്റാർട്ട് ചെയ്യണം. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഈ സ്റ്റാർട്ട് എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് ക്യാപ്ചർ. ഇതാണ് നമ്മുടെ വർക്ക്. ഈ ബോക്സിൽ കാണുന്നത് അതുപോലെ ടൈപ്പ് ചെയ്യുക. 281737. ഇനി എൻ്റർ കൊടുത്താൽ മതിയാവും. 29274805. ഒന്നുകിൽ നിങ്ങൾ ഇവിടെ ഈ ഗ്രീൻ സെൻഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ എൻ്റർ കൊടുക്കുക.
അപ്പോൾ നേരത്തെ ചെയ്ത വർക്കിന് ഒരു കമൻറ്റാണ് വന്നിരിക്കുന്നത്, ഗ്രേറ്റ് ജോബ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഇത് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. 94Y ക്യാപിറ്റൽ ലെറ്റർ സ്മോൾ ലെറ്റർ നിങ്ങൾ നോക്കി വേണം ടൈപ്പ് ചെയ്യാനായിട്ട്. ഇവിടെ Y ക്യാപ്സാണ്, SSM എല്ലാം ക്യാപ്സാണ്. ഇനി 5N സ്മോൾ ലെറ്ററാണ്, ശ്രദ്ധിക്കണം. NGF7F എൻ്റർ കൊടുക്കുക. സൺസെറ്റ് ഫുൾ ക്യാപിറ്റൽ ലെറ്ററിലാണ്. സൺസെറ്റ് കഴിഞ്ഞ് അടുത്ത വാക്കാണ് റോഡ് എന്നുള്ളത്. അടുത്ത വാക്കാണ് ഈ റോഡ്. അതുകൊണ്ട് സ്പേസ് കൊടുക്കുക, ROAD. ഇനി എൻ്റർ കൊടുക്കുക. ഇനി അടുത്തത് 469IEE47 എൻ്റർ കൊടുക്കുക. ഇവിടെ ഈ ക്യാപ്ഷൻ നോക്കുക, ഇതിൽ ഒരു വാക്കുകളും തന്നെ ഇല്ല, വെറുതെ ഒരു ഇമേജ് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇറ്റ്സ് നോട്ട് എ ക്യാപ്ച എന്നുള്ള ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Alt Q ഒരുമിച്ച് എൻ്റർ ചെയ്താലും മതിയാവും. ഇവിടെ ഞാൻ ഇറ്റ്സ് നോട്ട് എ ക്യാപ്ചയിൽ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ഈ ക്യാപ്ച നോക്കൂ, ഇതുപോലുള്ള ക്യാപ്ചകൾ വരാറുണ്ട്. ഇവിടെ only ബ്ലൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപ്ചയിലുള്ള ബ്ലൂ ലെറ്റേഴ്സ് മാത്രം ടൈപ്പ് ചെയ്താൽ മതിയാവും. ഈ ക്യാപ്ച നോക്കൂ, പിക്ചർ ക്യാപ്ചേഴ്സ് ആണ്. ഇതിൽ സെലക്ട് എ ഹൗസ് എന്നാണ് വന്നിരിക്കുന്നത്. ഈ പടങ്ങളിൽ ഹൗസ് ആയിട്ടുള്ള അതിന് നേരെയുള്ള അക്കങ്ങൾ ഏതാണോ അത് ഈ കോളത്തിൽ എൻ്റർ ചെയ്താൽ മതിയാകും. രണ്ടാമത്തെ പടത്തിൽ ഉണ്ട് ഹൗസ്, അഞ്ചാമത്തേതിലുണ്ട്, ആറാമത്തേതിൽ ഒരു വീടിൻ്റെ പടമാണ്, 9 ഉണ്ട്. നമുക്ക് നോക്കാം. എൻ്റർ കൊടുക്കുക. ഇത് നോക്കൂ, ഇതൊരു ക്യാപ്ചയൊന്നുമല്ല, നമ്മൾക്ക് മനസ്സിലാവാത്ത ഒരു ലാംഗ്വേജിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഇറ്റ്സ് നോട്ട് എ ക്യാപ്ച എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ സെലക്ട് ഓൾ ഇമേജസ് വിത്ത് സ്ട്രീറ്റ് നമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ സ്ട്രീറ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള പിക്ചേഴ്സ് ഏതാണോ അത് സെലക്ട് ചെയ്താലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ശ്രദ്ധിക്കൂ, ഇവിടെ നിങ്ങൾക്ക് നമ്പർ ഓരോ പിക്ചേഴ്സിന് അതിൻ്റേതായ നമ്പേഴ്സ് 1 2 3 4 എന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ നമ്മൾ അത് അസ്യൂം ചെയ്തിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നാമത്തേൽ ഒരു നമ്പറുള്ള ഒരു പിക്ചറാണ്. അപ്പോൾ ഞാനിവിടെ 1 എന്ന് ടൈപ്പ് ചെയ്തു. രണ്ടാമത്തേലില്ല, മൂന്നാമത്തേലുണ്ട്, 3 ടൈപ്പ് ചെയ്തു. നാലാമത്തേലില്ല, അഞ്ചാമത്തേലുണ്ട്, 5 എന്ന് ടൈപ്പ് ചെയ്യുക. 6ലില്ല, 7ലില്ല, 8ലില്ല, 9ലുണ്ട്. അപ്പോൾ 9 എന്ന് ടൈപ്പ് ചെയ്തു, സെൻഡ് ചെയ്യുക. അടുത്ത് സ്ട്രീറ്റ് സൈൻ ഏതിലൊക്കെ ഉണ്ട് ആ പിക്ചേഴ്സിൻ്റെ നമ്പർ എന്താണോ അത് എൻ്റർ ചെയ്യാനായിട്ടാണ്. സ്ട്രീറ്റ് 4എണ്ണത്തിലാണുള്ളത്. രണ്ടാമത്തേലുണ്ട്, 7ാമത്തേലുണ്ട്, 8ലുണ്ട്, 9ലുണ്ട്. ഇനി സെൻഡ് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. സ്ട്രീറ്റ് നമ്പേഴ്സ് ഇതിൽ ഗോസ്റ്റ് ഉള്ള പിക്ചേഴ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഇതിൽ രണ്ടാമത്തേൽ, മൂന്നാമത്തേൽ, 5ലുണ്ട്, 6, 9. എൻ്റർ കൊടുത്ത് നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഒരു കമൻറ്റ് വന്നിരിക്കുന്നത്, ഗുഡ് ജോബ്, യു ഹാവ് പാസ്ഡ് ഫൈനൽ എക്സാം. Now answer the last question and start your work. From the moment we will pay you for all correctly solved captchas and then you will be able to withdraw your earnings. അതായത് നിങ്ങൾ ചെയ്തതെല്ലാം കറക്റ്റായി നിങ്ങൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതുകൂടെ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാം. അതുവഴി നിങ്ങൾക്ക് ഏൺ ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റത്തെ ക്വസ്റ്റ്യനായ ഗുഡ് എന്ന് കൊടുത്തിട്ട് എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തു, എൻ്റർ. എഡ്യൂക്കേഷൻ കംപ്ലീറ്റഡ്, സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങളുടെ ട്രെയിനിങ് മോഡ് തീർന്നിരിക്കുകയാണ്. ഇനി സ്റ്റാർട്ട് ചെയ്യുക. ഇവരുടെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ്, ബൈ സ്റ്റാർട്ടിങ് എന്ന് തുടങ്ങുന്ന ഒരു ടേംസ് ആൻഡ് കണ്ടീഷനാണ്. ഐ അഗ്രി വിത്ത് ദ ടേംസ് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ വർക്കിംഗ് ഇൻ്റർഫേസ്.
വർക്ക് ചെയ്യുന്ന ഇൻ്റർഫേസ് ആണിത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബാലൻസ്, റെപ്യൂട്ടേഷൻ എല്ലാം നേരത്തെ പോലെ തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ളത് ബാലൻസ് എല്ലാം നിങ്ങൾക്കിവിടെ റിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ വർക്ക് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന ജോലി. വളരെ സിമ്പിളാണ്. എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ ഇതിലേക്ക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 10,000 രൂപയോളം ഒരു മാസം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. വളരെ സിമ്പിളാണ്. ഇനി എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സമ്പാദിച്ച പണം എങ്ങനെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം എന്ന് പറഞ്ഞുതരാം. അവിടെ നിങ്ങൾക്ക് റിക്വസ്റ്റ് പേ ഔട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. റിക്വസ്റ്റ് പേ ഔട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 5 രീതിയിൽ പണം വിഡ്രോ ചെയ്യാം എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ഒന്നുകിൽ വെബ് മണി വഴി, അല്ലെങ്കിൽ പൈസ, അല്ലെങ്കിൽ പെർഫെക്റ്റ് മണി, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ ആയിട്ട്, അല്ലെങ്കിൽ അഡ്വാൻസ് ക്യാഷ് ആയിട്ട്. ഇങ്ങനെ 5 രീതിയിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് പൈസയാണ്. പൈസ വളരെ എളുപ്പമാണ്. അതിൽ നിങ്ങൾക്ക് പൈസ വഴി നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഏൺ ചെയ്തത് $1 ആയിരിക്കണം. പൈസ അല്ലെങ്കിൽ പേയ്പാൽ, നമുക്ക് ഓൺലൈനായിട്ട് കാശ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും വേണ്ടുന്ന 2 അക്കൗണ്ടുകളാണ് പൈസ അല്ലെങ്കിൽ പേയ്പാൽ. ഇന്റർനെറ്റിലെ വിർച്വൽ ബാങ്കാണ്. എപ്പോഴും നമുക്ക് പൈസയിലോട്ടോ, എല്ലാ സൈറ്റുകളിലും പൈസയിലോട്ടോ പേയ്പാലിലോട്ടോ മാത്രമേ നമുക്ക് ഏൺ ചെയ്ത മണി വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അവിടെ നിന്ന് ഈ പൈസയിലോ പേയ്പാലിലോ നമ്മൾ നമ്മുടെ സ്വന്തം ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്ത് ആ പൈസ അല്ലെങ്കിൽ പേയ്പാൽ അക്കൗണ്ടിലൂടെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഒരാഴ്ച അല്ലെങ്കിൽ 1-2 ദിവസങ്ങൾക്കുള്ളിൽ ഈ എമൗണ്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ക്രെഡിറ്റ് ആവുന്നതാണ്. ഇതാണ് പൈസ അക്കൗണ്ട്. പൈസ നമുക്ക് ഇവിടെ ഈ പേഴ്സണൽ എന്നുള്ള അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരാൾ സിംഗിൾ ഓണർ ആണെങ്കിൽ പേഴ്സണൽ, അല്ലെങ്കിൽ ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ ബിസിനസ് ക്രിയേറ്റ് ചെയ്യാം. പേഴ്സണൽ കെയർ നമുക്ക് സാധാ നമ്മളൊരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുന്ന പോലെ മാത്രമേ ഉള്ളൂ. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൈസയിൽ കൊടുത്തിരിക്കുന്ന മെയിൽ ID എന്താണോ അത് ഇവിടെ ഈ ഭാഗത്ത് എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്താൽ മതി. ആ സമയത്ത് നമുക്ക് എത്ര രൂപ വിഡ്രോ ചെയ്യണമെന്ന് ചോദിക്കും. ആ എമൗണ്ട് കൊടുക്കുക, എന്നിട്ട് വിഡ്രോ ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ചെയ്യുക. കിട്ടുന്ന ഒഴിവ് സമയം പ്രയോജനപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.